പ്രിയ സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അബൂദാവൂദും അഹ്മദും രേഖപ്പെടുത്തുന്ന റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ലാ ഈമാൻ, വിശ്വാസം ഇല്ല, ലിമൻ ലാ അമാനത ലഹു, അമാനത്ത് വിശ്വസ്തത പൂർത്തീകരിക്കാത്തവന് വിശ്വാസം ഇല്ല എന്നുള്ളതാണ്. തന്നിൽ വിശ്വാസം അർപ്പിച്ച് ഏൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾക്കാണ് അമാനത്ത് എന്ന് പറയുക. അതിൽ അയാൾ നീതി പുലർത്തും, അത് കൃത്യമായി നിർവഹിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 58-ാമത്തെ ആയത്തിൽ കൂടി മാനവരാശിയോട് കൽപ്പിക്കുന്ന ഒരു കൽപ്പന ഇപ്രകാരം കാണാൻ പറ്റും: ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. വിശ്വസ്തത അത് അതിൻ്റെ അഹ്ലികാർക്ക്, ഉടമസ്ഥർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്, വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ടത് അതിൻ്റെ ഹക്കുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അള്ളാഹു നിങ്ങൾക്ക് കൽപ്പനയാക്കി വെച്ചിരിക്കുന്നു. അതൊരു നിയമമാണ് എന്നർത്ഥം. അപ്പം നിയമലംഘനമാണ് അത് നഷ്ടപ്പെടുത്തുന്നതിലൂടെ മനുഷ്യൻ ചെയ്യുന്നത് എങ്കിൽ അവനിൽ വിശ്വാസം ഇല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരു സത്യവിശ്വാസിയുടെ ലക്ഷണമായി 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ 8-ാമത്തെ ആയത്ത് പഠിപ്പിക്കുന്നത് വല്ലദീനഹും ലി അമാനാതിഹിം വ അഹ്ദിഹിം റാഊൻ. അവർ തങ്ങളെ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ പൂർത്തീകരിക്കുന്നവരും കരാറുകൾ അതിൻ്റെ കൃത്യമായ രൂപത്തിൽ പാലിക്കുന്നവരുമാണ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അമാനത്ത് മനുഷ്യൻ മാത്രമാണ് ഏറ്റെടുത്തിട്ടുള്ളത് എന്നും അതിന് മാത്രം ദുർബലനാണ് മനുഷ്യൻ എന്നും വിശദീകരിച്ചുകൊണ്ട് പറയുന്ന പരിശുദ്ധ ഖുർആനിലെ 30-ാം അധ്യായം സൂറത്ത് അഹ്സാബിലെ 72-ാമത്തെ ആയത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും: ഇന്നാ അർളനൽ അമാനത അലസ് സമാവാതി വൽ അർള്. തീർച്ചയായും ഞാൻ ഈ അമാനത്ത് എന്ന് പറയുന്ന അവസ്ഥ ആകാശങ്ങൾക്കും ഭൂമികൾക്കും കാണിച്ചു കൊടുത്തു. ഇത് നിങ്ങൾ ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട്. വൽ ജിബാൽ, പർവ്വതങ്ങൾക്കും. ഫഅബൈന അൻ യഹ്മിൽനഹാ വഅശ്ഫഖന മിൻഹാ. എന്നാൽ അവ, ആകാശങ്ങളും ഭൂമിയും അതുപോലെ തന്നെ പർവ്വതങ്ങളുമൊക്കെ അത് ഏറ്റെടുക്കാൻ വിസമ്മതിക്കുകയും വഅശ്ഫഖന മിൻഹാ, അതിൻ്റെ ഗൗരവം ആലോചിച്ച് അവ പേടിക്കുകയും ചെയ്തു. വഹമലഹൽ ഇൻസാൻ, എന്നാൽ മനുഷ്യൻ അത് ഏറ്റെടുത്തു. ഒക്കെ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു. വിശ്വാസമില്ലെങ്കിൽ പോലും മറ്റൊരാളോട് പോയിട്ട് പറയുമ്പോൾ അവർക്ക് തോന്നും, ഇവൻ ഏറ്റെടുത്താൽ നടത്തുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇവനിൽ ഏൽപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് നടക്കും, നടപ്പിലാകുമെന്ന വിശ്വാസത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ അത്തരം അമാനത്തുകളെയൊക്കെ ഏറ്റെടുത്തു. എന്നിട്ട് അല്ലാഹ് പറയുകയാണ്: ഇന്നൽ ഇൻസാൻ, തീർച്ചയായും ഈ അമാനത്ത് ഏറ്റെടുത്ത മനുഷ്യനുണ്ടല്ലോ, അവൻ പക്വമതിയല്ല, അതല്ലെങ്കിൽ അത് നിർവഹിക്കുന്നവനുമല്ല, അതിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് ബോധമുള്ളവനുമല്ല. ഇന്നൽ ഇൻസാന ഇന്നഹു കാന വലൂമൻ ജഹൂല, അവൻ അക്രമിയും അതുപോലെ തന്നെ വിവരദോഷിയുമാണ്. അതുകൊണ്ടാണ് ഏറ്റെടുത്തത്. അതിൻ്റെ കൃത്യമായ രൂപത്തിൽ അത് നിർവഹിച്ചിട്ടില്ല എങ്കിൽ അതുകൊണ്ട് കിട്ടുന്ന ശിക്ഷ എന്താ, അതിൻ്റെ ഗൗരവം എന്താണ് എന്ന് വളരെ കൃത്യമായി അറിയാത്ത മനുഷ്യനാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നവിടത്ത് വല്ല വീഴ്ചയും വന്നാൽ, അമാനത്തിൽ വല്ല വീഴ്ചയും വന്നാൽ അത് സംഭവിക്കുന്നത് അയാളുടെ വിശ്വാസം തന്നെ തകരുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. അത് സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ലാ ഈമാൻ, ഈമാനില്ല, ലിമൻ ലാ അമാനത ലഹു, തന്നിൽ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ. ഒരു വിശ്വാസമാണ്. വിവാഹം കഴിക്കുന്നത് ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്. ആ ഭാര്യയെ പ്രയാസപ്പെടുത്താൻ പാടില്ല. മറ്റ് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് തന്നെ ആളുകൾ പ്രതിഷ്ഠിക്കുന്നത് തന്നിലുള്ള വിശ്വാസം കൊണ്ടാണ്. അവരെ ചതിക്കാൻ പാടില്ല. അപ്രകാരം മറ്റു പല മേഖലകളിലും ഇത് തന്നെയാണ് ഗതി. അതുകൊണ്ട് തന്നിൽ വിശ്വാസം ഏൽപ്പിക്കപ്പെട്ട്, തന്നിൽ വിശ്വാസം അർപ്പിച്ച് ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെ അത് കൃത്യമായ രൂപത്തിൽ നിർവഹിക്കുക എന്നുള്ളത് ബാധ്യതയാണ്, ഉത്തരവാദിത്വമാണ്. നാളെ പരലോകത്ത് അതിനെ സംബന്ധിച്ച് ചോദ്യത്തിന് വിധേയമാകുന്നതാണ് എന്ന ബോധ്യത്തോടുകൂടി ഏറ്റെടുക്കേണ്ട ഒരവസ്ഥയാണ് അതിനുള്ളത്. നമുക്കറിയാം, ആധുനിക വർത്തമാന സാഹചര്യങ്ങളിൽ ജനങ്ങളിൽ നിന്ന് ഭീമമായ സംഖ്യകളൊക്കെ വാങ്ങി ആതുര സേവന മേഖലകൾ പ്രവർത്തിക്കുന്നവർ, അതുപോലെ തന്നെ പ്രളയം, ദുരിതം
മറ്റ് ഉരുൾപൊട്ടൽ തുടങ്ങിയ മേഖലകളിൽ ദുരിതമനുഭവിക്കുന്നവർ, അത്തരമൊക്കെ പൊതു സ്വകാര്യ സ്വത്തുകളിൽ കൈയിട്ട് വാരി അത് തൻ്റേതായി മേൽവിലാസം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പല ആളുകളും ഇന്ന് ലോകത്ത് നമുക്ക് കാണാൻ പറ്റുന്നു. ചില ആളുകളെ പിടിക്കപ്പെടുന്നു, ആളുകൾ തന്നെ പിടിക്കപ്പെടുന്നു, നിയമം പിടിക്കപ്പെടുന്നു. വിശ്വസ്തത ചോർന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമൊഴികൾ വളരെ അന്വർത്ഥമാണ് എന്ന് നാം മനസ്സിലാക്കുകയും വിശ്വാസപൂർവ്വം ജീവിക്കാനുള്ള തൗഫീഖ് ആർജിച്ചെടുക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.